നമസ്കാരം. അംഗത്തിന് തീയതിയായി. ഇനി കച്ചമുറുക്കലും ആയുധങ്ങളുടെ മൂർച്ച കൂട്ടലുമാണ്. മൂന്നാം തവണയും അധികാരത്തിലേറുക എന്നതല്ലാതെ മറ്റൊന്നും LDFന് മുന്നിലില്ല. എങ്ങനെയും അധികാരം പിടിക്കുക എന്നതാണ് UDFന്. നിർണായക സ്വാധീനമായി മാറാൻ BJPയും ആവനാഴിയിലെ ആയുധങ്ങളെല്ലാം പുറത്തെടുക്കുകയാണ്. ഭരണനേട്ടങ്ങൾ വോട്ടാകുമെന്ന് LDF കരുതുമ്പോൾ ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ആവർത്തിക്കുമെന്ന് UDF പ്രതീക്ഷിക്കുന്നു. വെറുമൊരു അക്കൗണ്ട് തുറക്കലല്ല BJPയും ലക്ഷ്യം വെക്കുന്നത്. സ്വർണ്ണക്കൊള്ളയും MLA-മാർക്കെതിരായ കേസുകളും PM ശ്രീയിൽ ഒപ്പിട്ടതും പിന്നീട് തിരുത്തിയതും ആഗോള അയ്യപ്പ സംഗമ വിവാദവും ചികിത്സാപ്പിഴവും അടക്കം എത്ര വിഷയങ്ങളാണ് പോയ 5 വർഷം സംസ്ഥാനത്ത് ചർച്ചയായത്. ഏതായാലും ത്രികോണ പോരാട്ടത്തിന് മുന്നണികൾ തയ്യാറായതോടെ തെരഞ്ഞെടുപ്പ് ഫലം പ്രവചനാതീതമാകുമെന്ന് ഉറപ്പാണ്. സമഗ്ര വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. Assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ നാട്. കേരളം ഏപ്രിൽ 9 പോളിംഗ് ബൂത്തിലേക്ക്. പ്രചാരണത്തിന് ഇനി 3 ആഴ്ച മാത്രം. അസമിലും പുതുച്ചേരിയിലും വോട്ടെടുപ്പ് ഏപ്രിൽ 9. തമിഴ്നാട്ടിൽ ഏപ്രിൽ 23, പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായി ഏപ്രിൽ 23-നും 29-നും. എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ മെയ് 4. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. സംസ്ഥാനത്ത് നാളെ രാഷ്ട്രീയ കക്ഷികളുടെ യോഗം വിളിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അരയും തലയും മുറുക്കി രാഷ്ട്രീയ പാർട്ടികൾ. CPM CPI സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. പൊതുസ്വതന്ത്രർ ഉൾപ്പെടെ 86 സീറ്റുകളിൽ CPM മത്സരിക്കും. 56 MLA-മാർ മത്സര രംഗത്ത്. PBയിൽ നിന്ന് പിണറായി വിജയൻ മാത്രം. തളിപ്പറമ്പിൽ PK ശ്യാമള, പേരാവൂരിൽ KK ശൈലജ. MM മണിക്കും AN ഷംസീറിനും സീറ്റില്ല. CPIയുടെ 4 മന്ത്രിമാരും മത്സര രംഗത്ത്. VD സതീശിന് എതിരാളി ET ടൈസൺ മാസ്റ്റർ. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ, നാട്ടികയിൽ ഗീതാ ഗോപി. പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി സ്ഥാനാർത്ഥികൾ. ദുർഭരണം അവസാനിക്കാൻ 26 ദിവസം മാത്രമെന്ന് VD സതീശൻ. 24 മണിക്കൂറിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. നേതൃത്വത്തിന് വഴങ്ങാതെ K സുധാകരൻ. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം. നിർമ്മാണം പൂർത്തിയാകുന്നതിന് മുമ്പേ ഉദ്ഘാടനം നടത്തിയ ആറന്മുള കോഴഞ്ചേരി പാലം. തിരക്കിട്ട് ഉദ്ഘാടനം നടത്തിയത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉടനെന്ന വാർത്തകൾക്ക് പിന്നാലെ. വിവാദമായതോടെ പാലം ഉദ്ഘാടനം എന്നത് പാലത്തിന്റെ അപ്രോച്ച് റോഡ് ഉദ്ഘാടനം എന്നാക്കി. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രിയ തീരുമാനങ്ങൾ. വാഹനപ്പിഴയിൽ 50% ഇളവ്. ഏപ്രിൽ 30-ന് മുമ്പ് അടയ്ക്കണം. 1857 പുതിയ അധ്യാപക തസ്തികകൾ. 60 വയസ്സ് കഴിഞ്ഞ 10,000 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച 13 കുടുംബങ്ങൾക്ക് കൂടി വീട് നൽകാൻ തീരുമാനം. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് തിരിച്ചു. യാത്ര പ്രത്യേകം സജ്ജീകരിച്ച ട്രെയിനിൽ. വ്യാഴാഴ്ച ക്ഷേത്രത്തിന്റെ 2ാം നിലയിൽ ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്നതിനും അനുബന്ധ പൂജകൾക്കും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം അമ്മ സാക്ഷിയാകും. സന്ദർശനം ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ച്. ഗൾഫിലെ CBSE 12ാം ക്ലാസ് പരീക്ഷകൾ റദ്ദാക്കി. വീണ്ടും പരീക്ഷ നടത്തില്ല. ഫലം സംബന്ധിച്ച് തീരുമാനം പിന്നീട്. LPG ടാങ്കർ കപ്പലുകളായ നന്ദാദേവിയും ശിവാലിക്കും ഇന്ത്യൻ തീരത്തേക്ക്. കൂടുതൽ കപ്പലുകൾ എത്തിക്കാൻ നീക്കം. രാജ്യത്ത് വാണിജ്യ LPG പ്രതിസന്ധി രൂക്ഷം. കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച. മോഷണം പോയത് വജ്രങ്ങളും സ്വർണ്ണ നാണയങ്ങളും തലമുറകളായി കൈമാറി വന്ന ആഭരണങ്ങളും അടക്കം 2 കോടിയോളം വിലമതിക്കുന്ന സ്വത്തുക്കൾ. അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായിയുടെ പരാതിയിൽ കേസെടുത്ത് പേരൂർക്കട പോലീസ്. മോഷണം നടന്നത് നവംബറിൽ. പശ്ചിമേഷ്യൻ സംഘർഷം കായിക മേഖലയ്ക്കും തിരിച്ചടി. സ്പെയിൻ അർജന്റീന ഫൈനലിസമ പോരാട്ടം റദ്ദാക്കി. ബഹ്റൈൻ സൗദി അറേബ്യ ഗ്രാൻഡ് പ്രീകളും ഉപേക്ഷിച്ചു.
കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 10 പ്രതികളും കൃത്യത്തിന് ഉപയോഗിച്ച വാഹനങ്ങളും കസ്റ്റഡിയിൽ. തമിഴ്നാട്ടിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതികൾ പിടിയിലായത് കോട്ടയം മുണ്ടക്കയത്ത് വെച്ച്. കൊലപാതകത്തിന് പിന്നിൽ ദിവസങ്ങൾ നീണ്ട ആസൂത്രണമെന്ന് പോലീസ്. സ്റ്റോറി ഓഫ് ദി ഡേ, ക്ലിന്റിന്റെ ഓർമ്മയ്ക്ക് ഒരു സ്നേഹ ഗ്യാലറി. അങ്ങനെ കാത്തിരുന്ന ആ പ്രഖ്യാപനം വന്നു. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. അരയും തലയും മുറുക്കി മുന്നണികൾ ഇറങ്ങുകയാണ്. കേരളത്തിന് പുറമെ തമിഴ്നാട്, പശ്ചിമബംഗാൾ, ആസാം സംസ്ഥാനങ്ങളിലും പുതുച്ചേരിയിലുമാണ് ഇനി തെരഞ്ഞെടുപ്പ് കാലം. ഭരണ തുടർച്ചയോ ഭരണമാറ്റമോ അട്ടിമറിയോ അതാണ് 5 ഇടങ്ങളിലും ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ്. ഫലപ്രഖ്യാപനം എല്ലായിടത്തും മെയ് 4. ബംഗാളിൽ ഏപ്രിൽ 23, 29 തീയതികളിൽ 2 ഘട്ടമായി വോട്ടെടുപ്പ് നടക്കുമെന്നും സുതാര്യമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത്. All 140 assembly constituencies of Kerala shall also go for polling on 9th April, that is Thursday, and counting shall be on the same day, that is 4th May 2026. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ്. നാളെ തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങും. മാർച്ച് 23 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. എല്ലാ സംസ്ഥാനങ്ങളിലും ഫലപ്രഖ്യാപനം മെയ് 4 കേരളത്തിനൊപ്പം അസമും പുതുച്ചേരിയും ഏപ്രിൽ 9 വിധി എഴുതും. ഏപ്രിൽ 23 തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലായി 2 ഘട്ടങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. All 126 assembly constituencies for Assam, the polling shall be just in one phase, and the polling shall take place on 9th of April, Thursday, 2026. Puducherry also will go along with Assam and Kerala. The date of poll is 9th April and the counting will be 4th of May. Tamil Nadu, all 234 assembly constituencies will go for poll on 23rd of April in one phase. അനർഹരെ പുറത്താക്കുന്നതോടൊപ്പം അർഹതയുള്ള എല്ലാവർക്കും വോട്ടവകാശം ഉറപ്പാക്കുകയാണ് SIR നടപടിയെന്നും കേരളത്തിൽ SIRന് ശേഷം ആകെ 2.70 കോടി വോട്ടർമാരുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. ഇതിൽ 4.24 ലക്ഷം പുതിയ വോട്ടർമാരാണ്. സുതാര്യവും സമാധാനപരവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കൊപ്പം ഗുജറാത്ത് ഉൾപ്പെടെ 6 സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പും നടക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ജിഷ്ണു കൃഷ്ണൻ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. ജിഷ്ണു, സുതാര്യവും സമാധാനപരവുമായ ഒരു തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ്. കാത്തിരുന്ന ആ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മുൻകരുതലുകൾ എന്തൊക്കെയാണ്? ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ കൂടി. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കാത്തിരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനമാണ് ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡൽഹിയിൽ നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പ് നടക്കുക. ഒറ്റഘട്ടമായി ഏപ്രിൽ 9 കേരളത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളും പോളിംഗ് ബൂത്തിലേക്ക് എത്തും. മെയ് 4 ഫലപ്രഖ്യാപനം. അതായത് വോട്ടെടുപ്പ് നടന്ന് ഏകദേശം 1 മാസത്തോളം സമയം ഫലപ്രഖ്യാപനത്തിനുണ്ടാകും. നാളെ തന്നെ വിജ്ഞാപനം പുറത്തിറങ്ങും. ഈ മാസം 23 വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന സമയം. 26 തീയതി വരെ, ഈ മാസം 26 തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. ഏപ്രിൽ 9 ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. കേരളത്തിനൊപ്പം തന്നെ അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഒറ്റഘട്ടമായി ഏപ്രിൽ 9 തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. തമിഴ്നാട്ടിൽ ഒറ്റഘട്ടമായി ഏപ്രിൽ 23 വോട്ടെടുപ്പ് നടക്കും. പശ്ചിമ ബംഗാളിൽ മുൻകാലങ്ങളിൽ 5ഉം 7 തവണയെല്ലാമായി വോട്ടെടുപ്പ് നടന്നിരുന്ന നിരവധി സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ. അവിടെ വിവിധ ഘട്ടങ്ങളിലായി അത്രയധികം നിയമസഭാ മണ്ഡലങ്ങൾ
ജനങ്ങളുമുള്ള സംസ്ഥാനമാണ്. അവിടെ വിവിധ ഘട്ടങ്ങളിലായിട്ടായിരുന്നു വോട്ടെടുപ്പ് നടക്കാറുള്ളത്. എന്നാൽ ഇത്തവണ 2 ഘട്ടങ്ങളിലായി ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലായി 2 ഘട്ടങ്ങളിലായാണ് പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ എല്ലാം തന്നെ ഫലപ്രഖ്യാപനം മെയ് 4-നുണ്ടാകും. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും സുതാര്യവും സമാധാനപരവുമായിട്ടുള്ള വോട്ടെടുപ്പും തെരഞ്ഞെടുപ്പ് നടപടികളും പൂർത്തിയാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. എല്ലാ പോളിംഗ് ബൂത്തുകളിലും CCTV നിരീക്ഷണമുണ്ടാകും. പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തുന്ന ഇടങ്ങളിൽ പ്രത്യേക സുരക്ഷാ ക്രമീകരണം ഒരുക്കും. അതിനായി കേന്ദ്ര സംസ്ഥാന സുരക്ഷാ ഏജൻസികളുമായി ഇതിനോടകം തന്നെ അവലോകന യോഗം ചേർന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ എല്ലാവരും പങ്കാളികളാകണം എന്ന ആഹ്വാനത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കേരളത്തിൽ SIR നടപടികൾക്ക് ശേഷം 2.70 കോടി വോട്ടർമാരാണുള്ളത്. അതിൽ തന്നെ 4.24 ലക്ഷം പുതിയ വോട്ടർമാരുണ്ട്. 30,000-ത്തിലധികം പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിന് വേണ്ടി ക്രമീകരിക്കും എന്നുള്ള കാര്യം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കാത്തിരുന്ന തെരഞ്ഞെടുപ്പ് തീയതികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് കേരളവും അസമും പുതുച്ചേരിയും വളരെ വേഗത്തിൽ തന്നെ വോട്ടെടുപ്പിലേക്ക് ഇനി 25 ദിവസങ്ങൾ കഴിഞ്ഞാൽ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. അതുകൊണ്ട് രാഷ്ട്രീയ പ്രചരണത്തിന്റെ ചൂടിലേക്കായിരിക്കും ഇനി കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കടക്കുക എന്ന കാര്യം ഉറപ്പാണ്. തമിഴ്നാട് ഏപ്രിൽ 23-നും പശ്ചിമ ബംഗാൾ ഏപ്രിൽ 23, 29 എന്നീ തീയതികളിലുമായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. മെയ് 4-നായിരിക്കും ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന കേരളവും പശ്ചിമ ബംഗാളും തമിഴ്നാടും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ശരി, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. എല്ലാ മുൻകരുതലുകളോടുകൂടി തെരഞ്ഞെടുപ്പിനായി കേരളം ഉൾപ്പെടെ 5 ഇടങ്ങൾ കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു CPI-യും CPM-ഉം. 75 പാർട്ടി സ്ഥാനാർത്ഥികളും 11 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ 86 സീറ്റുകളിലാണ് CPM മത്സരിക്കുക. PB-യിൽ നിന്ന് പിണറായി വിജയൻ ധർമ്മടത്ത് ജനവിധി തേടും. പിണറായി വിജയൻ മാത്രമാണ് PB-യിൽ നിന്നും മത്സരിക്കുന്നത്. മുഴുവൻ മന്ത്രിമാരും മത്സരരംഗത്തുണ്ട്. 10 വനിതകളാണ് പട്ടികയിൽ ഇടം പിടിച്ചത്. പാലക്കാട് ഒഴികെയുള്ള 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്രരെ പിന്നീട് പ്രഖ്യാപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. വലിയ തർക്കങ്ങളൊന്നും കൂടാതെ അതിവേഗത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് CPM. കഴിഞ്ഞ തവണത്തേതുപോലെ ഇക്കുറിയും 86 സീറ്റുകളിൽ CPM മത്സരിക്കും. ഇതിൽ 75 ഇടത്താണ് പാർട്ടി ചിഹ്നത്തിൽ CPM സ്ഥാനാർത്ഥികൾ ഉണ്ടാകുക. 11 CPM സ്വതന്ത്രരായിരിക്കും. ഇതിൽ 6 ഇടത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചു. 5 ഇടത്ത് പ്രഖ്യാപനം ഉടനുണ്ടാകും. PB-യിൽ നിന്ന് പിണറായി വിജയൻ മാത്രം വീണ്ടും കളത്തിൽ. മുഴുവൻ മന്ത്രിമാരും ജനവിധി തേടും. മഞ്ചേശ്വരം KR ജയാനന്ദ, ഉദുമ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, കരിയശ്ശേരി സഖാവ് M വിജിൽ, ധർമ്മടം സഖാവ് പിണറായി വിജയൻ, മട്ടന്നൂർ സഖാവ് VK സനോജ്. കുന്നമംഗലം, താനൂർ, വേങ്ങര, നിലമ്പൂർ, തവനൂർ, ചവറ എന്നീ 6 ഇടങ്ങളിൽ സ്വതന്ത്രരെ പ്രഖ്യാപിച്ചപ്പോൾ പാലക്കാട്, കൊടുവള്ളി, കോട്ടക്കൽ, കൊണ്ടോട്ടി, തിരൂർ എന്നീ 5 മണ്ഡലങ്ങളിലെ സ്വതന്ത്രരെയാണ് പിന്നീട് പ്രഖ്യാപിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത്. ഇതിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥിയാകുമോ എന്നാണ് ഏവരും കാത്തിരിക്കുന്നത്. 10 വനിതകളാണ് ഇക്കുറി CPM സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ CPI സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുകയായിരുന്നു. ഈ പ്രഖ്യാപനം നടത്തുന്ന ആദ്യ പാർട്ടിയായി CPI മാറുകയും ചെയ്തു. 25 സീറ്റുകളിലാണ് CPI മത്സരിക്കുന്നത്. 4 മന്ത്രിമാരും ജനവിധി തേടുന്നുണ്ട്. 5 വനിതകൾ ഉൾപ്പെടെ പുതുമുഖങ്ങൾക്കും പരിഗണന നൽകിയ പട്ടികയിൽ മഞ്ചേരിയിൽ സ്ഥാനാർത്ഥിയാകുന്നത് സ്വതന്ത്രനാണ്. VD സതീഷിനെതിരെ ET ടൈസൺ മാസ്റ്ററും രമേശ് ചെന്നിത്തലയ്ക്കെതിരെ TT ജിസ്മോനുമാണ് കളത്തിലിറങ്ങുന്നത്. വളരെ നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ചതിനാൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിൽ ഇക്കുറി CPI റെക്കോർഡിട്ടു. 25 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചു. 4 മന്ത്രിമാരും കളത്തിലിറങ്ങുകയാണ്. 5 വനിതകൾക്കും പ്രാതിനിധ്യം നൽകിയിട്ടുണ്ട്. വിവാദമായ നാട്ടിക മണ്ഡലത്തിൽ ഗീതാ ഗോപി തന്നെയാണ് സ്ഥാനാർത്ഥി. മഞ്ചേരിയിൽ മുസ്തഫ VM-നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പരീക്ഷിക്കുന്നു. നാട്ടിക സഖാവ് ഗീതാ ഗോപി, കൈപ്പമംഗലം സഖാവ് KK വത്സരാജ്, കൊടുങ്ങല്ലൂർ സഖാവ് VR സുനിൽകുമാർ, പറവൂർ സഖാവ് ET ടൈസൺ മാസ്റ്റർ. പ്രമുഖരെ ഉൾപ്പെടുത്തിയും പുതുമുഖങ്ങൾക്ക് അവസരം നൽകിയും വനിതകൾക്ക് വേണ്ട പരിഗണന നൽകിയുമാണ് ഇക്കുറി CPI സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
ദുർഭരണം അവസാനിപ്പിക്കാൻ ഇനി 26 ദിവസം മാത്രമെന്നാണ് UDF പ്രതികരിച്ചത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗം, അതായത് 24 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് VD സതീശനും 2 ദിവസത്തിനുള്ളിൽ എല്ലാ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാനാവുമെന്ന് KC വേണുഗോപാലും പറയുകയാണ്. ഒപ്പം മുസ്ലിം ലീഗും സ്ഥാനാർത്ഥികളെ ഉടൻ തന്നെ പ്രഖ്യാപിച്ചേക്കും. ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് കേരളത്തിലെ ജനങ്ങൾ ഒരു പുതുയുഗ പിറവിക്ക് തുടക്കമിടും. ഞങ്ങൾ പൂർണ്ണമായ പ്രതീക്ഷയോടുകൂടി, നിറഞ്ഞ ആത്മവിശ്വാസത്തോടുകൂടി ടീം UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ ടീം UDF അധികാരത്തിലേക്ക് തിരിച്ചു വരും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറകം ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയം ജനം എണ്ണുകയാണ്. 1, 2, 3, 4 26-ാം ദിവസം ഈ ദുർഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തിമ തീരുമാനം ബാലറ്റ് പെട്ടിയിലൂടെ കേരളത്തിൽ പുറത്തു പോകും. കൗണ്ട് ഡൗൺ ഫോർ 26 ഡേയ്സ്. കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയെല്ലാം തന്നെ നമ്മൾ ചർച്ചയിൽ രൂപങ്ങൾ എത്തിയിട്ടുണ്ട്. UDF സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സജ്ജമായിട്ടുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തൊട്ട് തന്നെ തുടങ്ങി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്ക് അന്ന് ഞങ്ങൾ പറഞ്ഞത് ഫൈനലിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണെന്ന്. അപ്പോൾ ആ ഫൈനലിനാണിപ്പോൾ 9-ാം തീയതി, ഏപ്രിൽ 9-ാം തീയതി നടക്കാൻ പോകുന്നത്. അത് ഒരു വലിയ മാറ്റത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ നേതൃത്വത്തിന് വഴങ്ങാതിരിക്കുകയാണ് സുധാകരൻ. താൻ മത്സരിക്കണമോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും പാർട്ടിയും തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എങ്കിലും മത്സരിക്കണമെന്നുള്ള ആവശ്യം നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ്. മുൻ അധ്യക്ഷൻ സുധാകരൻ കണ്ണൂരിൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ചോദ്യങ്ങളോടായിരുന്നു ഇത്തരത്തിൽ പ്രതികരിച്ചത്. അതേസമയം അന്തരിച്ച കോൺഗ്രസ് പ്രവർത്തകൻ കാപ്പാടൻ രമേശിന്റെ കുടുംബത്തിനായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാന ചടങ്ങിൽ സംസാരിക്കവേ വികാരാധീനനായ സുധാകരനെയാണ് കണ്ടത്. താൻ ജീവനോടെ ഇരിക്കുന്നത് കാപ്പാടന്റെ കാവൽ കൊണ്ടാണെന്ന് സുധാകരൻ പറഞ്ഞു. ഞാൻ ചാരിതാർത്ഥ്യമുള്ളവനാണ്. വാക്കുകൾ ഏറെ ദീർഘിപ്പിക്കുന്നില്ല. കാപ്പാടൻ രമേശന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ വിതുമ്പുന്ന ഒരു മനസ്സുമായി ഞാൻ ഇരിക്കുമ്പോൾ ഏറെ സംസാരിക്കാൻ സാധിക്കില്ല. എനിക്ക് ഒരുപാട് ഓർമ്മിക്കാനുണ്ട്. രക്ഷപ്പെട്ടയിടത്ത് രക്ഷപ്പെടുത്തിയ പ്രവർത്തകന്മാരുടെ കഴിവുകൾ. ആലപ്പുഴയിലേക്ക് വന്നാൽ സുധാകരൻ പാർട്ടി വിടുമെന്ന് കരുതിയില്ല എന്നാണ് VSന്റെ മകൻ VA അരുൺകുമാർ പ്രതികരിച്ചത്. പ്രശ്നങ്ങൾ പാർട്ടിയോടായിരുന്നു പറയേണ്ടിയിരുന്നത്. പാർട്ടിയുടെ നിലപാട് തന്നെയാണ് തനിക്കുമെന്നും എല്ലാം പാർട്ടി കുടുംബമാണ്. പാർട്ടി ശരിയായ തീരുമാനങ്ങൾ എടുത്തുവെന്നും നാടിന്റെ ആദ്യ പരിഗണന പാർട്ടി മാത്രമാണെന്നും അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോകണമെന്നും അരുൺകുമാർ പറഞ്ഞു. നടന്നതിൻ്റെ സാക്ഷികളുടെ മണ്ണാണ്. അപ്പോൾ ആ ഒരു പാരമ്പര്യം പ്രസ്ഥാനവുമായിട്ട് ജനങ്ങൾ അത്രയും ബന്ധപ്പെട്ട ഒരു നാടാണ്. അപ്പോൾ അതനുസരിച്ച് ആണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെയാണ്, പാർട്ടി കുടുംബങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിനെല്ലാം ആ ആംഗിളെല്ലാം കവർ ചെയ്താണ് പാർട്ടി ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അപ്പോൾ അത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. സുധാകരനുമായി കൂടുതൽ അടുപ്പമുള്ള കുടുംബം കൂടിയാണല്ലോ. തെരഞ്ഞെടുപ്പിനെ നേരിടാൻ NDA സുസജ്ജമാണെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. 140 സീറ്റുകളിലും NDA സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്നും 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപനം വരുമെന്നും മാറാത്തത് ഇനി മാറുമെന്നും രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. അപ്പോൾ ഈ ഇലക്ഷൻ ഞങ്ങൾ പറയുന്നതും ജനങ്ങൾ പറയുന്നതും മതിയായി. ഈ കോൺഗ്രസും CPM മാറ്റം തുടങ്ങാം. ഒരു പുതിയ കേരളം നമുക്ക് സൃഷ്ടിക്കാം. NDAൻ്റെ മുദ്രാവാക്യമാണ് മാറാത്തത് മാറും, ഇനി കേരളം വളരും. 140 സീറ്റിൽ ഞങ്ങൾ മത്സരിക്കും. ഒരു തർക്കവുമില്ല, ഒരു ഇഷ്യൂ ഇല്ലാണ്ട് ഞങ്ങൾ NDAയിൽ സീറ്റ് വിഭജനവും സീറ്റ് ഡിവിഷനും സീറ്റ് തീരുമാനമെല്ലാം നന്നായി നടക്കുന്നുണ്ട്. ഇവര് നാണമില്ലാത്ത
തെരഞ്ഞെടുപ്പ് അടുത്തതോടുകൂടി അരയും തലയും മുറുക്കി മുന്നണികൾ രംഗത്തിറങ്ങുകയാണ്. വിജ്ഞാപനം വന്ന് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയായിരുന്നു CPM-ഉം CPI-യും. അങ്ങനെ മേൽക്കൈയും നേടാൻ CPM-നും CPI-ക്കുമായി. UDF-ന്റെയും NDA-യുടെയും പ്രഖ്യാപനം 2 ദിവസത്തിനുള്ളിൽ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൽ എപ്പോൾ പ്രഖ്യാപിക്കുമെന്നത് വ്യക്തത വരുത്താൻ ഇപ്പോൾ നേതാക്കൾക്ക് കഴിയുന്നില്ല എന്നാണ് നേരത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ എന്ന് VD സതീശൻ പറയുമ്പോൾ 2 ദിവസത്തിനകം എന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സമയം കുറഞ്ഞു പോയതിൽ ആശങ്കയുണ്ടെങ്കിലും നേതാക്കൾ അത് പ്രകടിപ്പിക്കുന്നുമില്ല. എത്രയും വേഗം കളം നിറയാനുള്ള തത്രപ്പാടിലാണ് കോൺഗ്രസും BJP-യും. അൻഫ്രിഡ് ഡിസൂസ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫ്രിഡ്, കളം നിറയാനുള്ള നീക്കങ്ങൾ CPI-യും CPM-ഉം അതിവേഗം നടത്തുമ്പോൾ ഒപ്പം പിടിക്കാനുള്ള ഒരു നീക്കമാണല്ലോ കോൺഗ്രസിന്റെയും BJP-യുടെയും ഭാഗത്ത് നടക്കുന്നത്. അഖില, തീർച്ചയായും കളം നിറഞ്ഞിരിക്കുകയാണ്. 3 മുന്നണികളും സ്ഥാനാർത്ഥികളുടെ ഇനി അംഗച്ചുവട്ടിലേക്ക് 3 മുന്നണികളും ഇറങ്ങുകയാണ്. അതിൽ ആദ്യം കളം നിറഞ്ഞത് അല്ലെങ്കിൽ ആദ്യം മേൽക്കൈ നേടിയത് CPM-ഉം CPI-യുമാണ്. അവർ ഈ പ്രഖ്യാപനം വന്ന നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥികളേക്ക് പ്രഖ്യാപിക്കുന്നു. കാരണം വലിയ ചർച്ചകൾക്കൊന്നും തർക്കങ്ങൾക്കൊന്നും ഈ 2 പാർട്ടികളിലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആദ്യമേ തന്നെ അവർ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. CPM-നെ സംബന്ധിച്ച് CPM-ൽ 11 സ്വതന്ത്രരെ പ്രഖ്യാപിക്കുന്നു. അതിൽ 5 ഇടത്തുള്ളത് പാലക്കാട് ഒഴികെയുള്ള 5 ഇടങ്ങളിലെ പ്രഖ്യാപനം വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് പറയുന്നു. CPI-യെ സംബന്ധിച്ച് അവർ നേരത്തെ എന്താണ് തീരുമാനിച്ചത്? 25 സീറ്റുകളിൽ അവർ മത്സരിക്കുന്നു. തർക്കങ്ങളൊന്നുമില്ല. CPM-ന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനകത്ത് AM ഷംസീർ, M സ്വരാജ് പോലെ യുവ തുർക്കികളൊന്നും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കളത്തിൽ ഇറങ്ങില്ല എന്നൊരു ആക്ഷേപം നിലനിൽക്കുന്നത് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ലാതെ തന്നെയാണ് സ്ഥാനാർത്ഥികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത് പറയുന്നത്. കാരണം മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരൊക്കെ തന്നെ ഇത്തവണ കളത്തിലിറങ്ങുന്നു എന്ന പ്രത്യേകതയുണ്ട്. ചിലർക്കൊക്കെ ചില എക്സംഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. KK ശൈലജ അവർ മുൻ മണ്ഡലം അല്ലെങ്കിൽ പോലും തന്നെ KK ശൈലജയും ഒക്കെ കളത്തിലുണ്ട്. അതേസമയം PK ശ്യാമള അവിവാദമായ തളിപ്പറമ്പ് സീറ്റിൽ തന്നെയാണ് മത്സരിക്കുന്നത്. അടക്കമുള്ള ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നത് ചോദിച്ചാൽ CPM-ഉം CPI-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആദ്യമേ തന്നെ റോഡ് ഷോയൊക്കെ തന്നെ തുടങ്ങിയിരിക്കുന്നത്. ആദ്യമേ അംഗത്തട്ടിൽ ഇറങ്ങുന്നു ഭരണ മുന്നണി ഒരു മേൽക്കൈ നേടാമെന്നൊരു സൂചനയും സന്ദേശവും ഒക്കെയാണ് അവർ നൽകുന്നത്. ഇതിനകത്ത് ഉഭയകക്ഷി ചർച്ചകളിലൊക്കെ തന്നെ ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു. നാളെ തന്നെ മറ്റ് കേരള കോൺഗ്രസും RJD ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളൊക്കെ അവരുടെ പ്രഖ്യാപനം നടത്തും. കേരള കോൺഗ്രസിന് 12 സീറ്റ് മാത്രമേ ഉള്ളൂ. 1 സീറ്റ് അധികമായി ഒരു തർക്കിച്ചെങ്കിലും അതില്ല എന്ന് തന്നെ മനസ്സിലാക്കുന്നു. RJD സംബന്ധിച്ച് അവർ മുന്നണി വിടുന്നില്ല. ഇടതുമുന്നണി തന്നെ ഉറച്ചു നിൽക്കുമെന്ന തീരുമാനം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസിന് തന്നെയാണ് തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് നൽകുക എന്നുള്ള തീരുമാനമായിരിക്കുന്നു. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു പ്രതിസന്ധിയാണ്. കോൺഗ്രസ് ഈ ഏറ്റവും ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നെങ്കിലും ഏറ്റവും ഒടുവിലുണ്ടായ തർക്കങ്ങളൊക്കെ തന്നെ അത് MP-മാരും കൂടി കളത്തിലിറങ്ങുന്നതിന് ചൊല്ലിയുള്ള ഉണ്ടായ ഹൈക്കമാൻഡ് തർക്കങ്ങൾ തീരുമാനമാകാത്തതിന് അവരുടെ സ്ഥാനാർത്ഥി വൈകുന്നു. നാളെ ഉണ്ടാകും 24 മണിക്കൂറിൽ എന്ന് VD സതീശൻ പറയുമ്പോൾ 2 ദിവസത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. എങ്കിലും ഒരു 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനമെങ്കിലും നാളെ ഉണ്ടാകും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിനിടെ K സുധാകരൻ മറ്റന്നാൾ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അതിനകത്ത് എന്ത് തീരുമാനമാണ് അദ്ദേഹം ഉണ്ടാവുക എന്നൊരു ആശങ്ക, അതായത് K സുധാകരൻ കോൺഗ്രസിലും G സുധാകരൻ CPM-ലും ഒക്കെ തന്നെ ഒരു ആശങ്കയും തലവേദനയുമായി ഇപ്പോൾ നിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതേസമയം ഘടകകക്ഷികളുമായുള്ള ഇപ്പോൾ ലീഗായാലും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമായാലുമുള്ള ചർച്ചകളൊക്കെ തന്നെ ഏറെക്കുറെ ഇന്ന് രാത്രി കൊണ്ടോ അല്ലെങ്കിൽ നാളെ കൊണ്ടോ ഒക്കെ പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. NDA സംബന്ധിച്ച് BJP അതിൻ്റെ സ്റ്റാർ കാറ്റഗറിയിൽപ്പെടുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെ നാളെ പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോഴും 1ാം ഘട്ട പ്രഖ്യാപനം തന്നെയാണ് ഉണ്ടാകുക. തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് പൂർണ്ണമായും സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കും. അവിടെയും ഈ BDJS-ഉം അതോടൊപ്പം തന്നെ 2020-യും തമ്മിലുള്ള ചില സീറ്റുകൾ ചില തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നു. എങ്കിൽ പോലും ഈ 3 മുന്നണികളും 2 ദിവസത്തിനുള്ളിൽ തന്നെയും പൂർണ്ണമായ ഒരു പിക്ചർ, അതായത് പൂർണ്ണമായ ഒരു സ്ഥാനാർത്ഥി ചിത്രം ഉണ്ടാവുകയും ഒപ്പം ഇവരൊക്കെ തന്നെ കളത്തിലിറങ്ങി. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ റോഡ് ഷോയുമായി ഇടത് സ്ഥാനാർത്ഥികൾ എത്തി. പാർട്ടി മത്സരിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും റോഡ് ഷോ നടന്നു. തിരുവനന്തപുരം നേമത്ത് V ശിവൻകുട്ടി നടത്തിയ റോഡ് ഷോയിൽ 100 കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ റോഡ് ഷോയ്ക്ക് സ്വീകരണം നൽകി. വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്ന VK പ്രശാന്തും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ റോഡ് ഷോയുമായി എത്തി. മന്ത്രി P രാജീവും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. തൃശൂർ മണ്ഡലത്തിൽ റോഡ് ഷോയുമായി LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണനും നിറഞ്ഞു. CPM നടത്തിയ പ്രകടനത്തിന് മറുപടി പറയുകയാണ് G സുധാകരൻ. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു മറുപടി. പരിപാടിയിൽ പങ്കെടുത്ത ആളുകളുടെ എണ്ണം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയായിരുന്നു സുധാകരന്റെ മറുപടി. നേതാക്കളുടെ പേരെടുത്ത് വിമർശിച്ച സുധാകരൻ ജില്ലാ സെക്രട്ടറി R നാസറിനെയാണ് പ്രധാനമായും ലക്ഷ്യം വെച്ചത്. ഇന്നത്തെ ഒരു പ്രധാന വാർത്ത ഒരു ഉദ്ഘാടനവും പിന്നീട് മാറ്റിപ്പറഞ്ഞതുമൊക്കെയാണ്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതിന് തൊട്ടുമുമ്പ് പത്തനംതിട്ടയിൽ ഒരു ഉദ്ഘാടന ധൃതി നടന്നു. കോഴിക്കോട്
കോലഞ്ചേരി പാലത്തിന്റെ അപ്രോച്ച് റോഡ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഉദ്ഘാടനം ചെയ്യുന്നത് പാലമാണോ അതോ റോഡാണോ എന്ന കാര്യത്തിൽ LDF-ൽ തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. നിർമ്മാണം പൂർത്തിയാകാത്ത പാലം ഭരണ നേട്ടമായി ഉയർത്തിക്കാട്ടാനുള്ള തന്ത്രമാണിതെന്ന് ആരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. കോഴഞ്ചേരിയുടെ ഒരു സ്വപ്നമാണ് ഇത്. ആ സ്വപ്നം യാഥാർത്ഥ്യമാകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ എല്ലാവരുടെയും അനുവാദത്തോടെ ഇനി നമ്മുടെ അപ്രോച്ച് റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് ഒരു നാടിൻ്റെ സ്വപ്നം നമ്മൾ ഒന്നിച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് അറിയിച്ചുകൊള്ളാം. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മിനിറ്റുകൾക്ക് മുമ്പ് പത്തനംതിട്ട തിരുവല്ല പാതയിലെ കോഴഞ്ചേരി പാലം അപ്രോച്ച് റോഡിന്റെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. എന്നാൽ സംഗതി പാലം ഉദ്ഘാടനമാണോ അതോ അപ്രോച്ച് റോഡ് ഉദ്ഘാടനമാണോ എന്നതിൽ നാട്ടുകാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലെ സംശയമാണ്. ഉദ്ഘാടന കാര്യത്തിൽ CPM-നുള്ളിലെ ആശയക്കുഴപ്പം പോസ്റ്ററുകളിലും പ്രകടമായി. ആദ്യമിറങ്ങിയ പോസ്റ്ററിൽ പാലം ഉദ്ഘാടനം എന്നായിരുന്നുവെങ്കിൽ വിമർശനമുയർന്നതോടെ രണ്ടാമത്തെ പോസ്റ്ററിൽ അത് അപ്രോച്ച് റോഡ് ഉദ്ഘാടനം എന്ന് തിരുത്തി. പാലത്തിന്റെ പെയിന്റിംഗ് പണി മാത്രമാണ് ബാക്കിയുള്ളതെന്നാണ് ഉദ്ഘാടനത്തിന് മുൻപ് CPM ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം വിശദീകരിച്ചത്. ഒരു ഗൃഹപ്രവേശനം എന്ന് പറയുമ്പോൾ ഒരിക്കലും ആ വീട് പൂർണ്ണമായി നിർമ്മിച്ച് എല്ലാം കഴിഞ്ഞ് ഫർണിച്ചറും ഇട്ട് ആളുകൾ വന്ന് കിടന്നു കഴിഞ്ഞപ്പോഴേ ഒരു വീട് ഗൃഹപ്രവേശനം നടത്താൻ കഴിയൂ എന്ന് പറയുന്നത് ശരിയല്ല. ഗൃഹപ്രവേശനം കഴിയുമ്പോഴും നമുക്ക് ചെറിയ 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 മിനുക്ക് പണികളൊക്കെ ഉണ്ടാവും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ കോഴഞ്ചേരി പാലത്തിൻ്റെ അവിടെ ഇനി പെയിൻറ്റിങ് അല്ലേ ബാക്കിയുള്ളൂ. ബാക്കി അവിടുത്തെ പ്രധാന നിർമ്മാണ പ്രവർത്തനം എല്ലാം പൂർത്തിയായി കഴിഞ്ഞു. 8 വർഷമായി നിർമ്മാണം തുടരുന്ന പാലത്തിന്റെ മധ്യഭാഗത്തെ ആർച്ചുകൾ ഉൾപ്പെടെയുള്ള പ്രധാന ജോലികൾ ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. പണിതീരാത്ത പാലം തിരക്കിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് ജനങ്ങളെ കബളിപ്പിക്കാനാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇവിടെ അരങ്ങേറുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ പുതുപ്പറമ്പിൽ കുറ്റപ്പെടുത്തി. അപ്രോച്ച് റോഡിൻ്റെ പണിയും തീർന്നില്ല, പാലത്തിൻ്റെ പണിയും തീർന്നില്ല. ഏറ്റവും കുറഞ്ഞത് ഇനി ഒരു 6 മാസം കൂടി എടുക്കും ഈ പാലത്തിൻ്റെ പണി പൂർത്തിയാകുവാൻ. കോഴഞ്ചേരിയിൽ ഒരു കോമഡി സിനിമ നടക്കുന്ന പോലാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ജില്ലാ ആശുപത്രി പണി തീരാത്ത ഉദ്ഘാടനം ചെയ്യുന്നു, പണി തീരാത്ത കോഴഞ്ചേരി പാലം ഉദ്ഘാടനം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കും ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇവിടെ പാലത്തിൻ്റെ പണി കഴിഞ്ഞില്ലെന്ന്. അവരത്ര ധൈര്യമുണ്ട്, ഉദ്ഘാടനം നടത്താൻ ധൈര്യമുണ്ടെങ്കിൽ അവർ ഈ പാലത്തെ കൂടെ ഒരു വണ്ടി ഓടിച്ചു കാണിക്കും. പാലം പൂർണ്ണ സജ്ജമാകുന്നതിന് മുമ്പുള്ള ഈ തിരക്കിട്ട ഉദ്ഘാടനം വരും ദിവസങ്ങളിലും ജില്ലയിൽ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് ഉറപ്പാണ്. അമൃത ന്യൂസ്, പത്തനംതിട്ട. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒട്ടേറെ ജനപ്രിയ പ്രഖ്യാപനങ്ങളാണ് സർക്കാരിന്റെ അവസാനത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായത്. വാഹനപ്പിഴയിൽ 50% ഇളവ് ഏർപ്പെടുത്തുക, 1857 പുതിയ അധ്യാപക തസ്തികകൾക്ക് അംഗീകാരം നൽകുക, അങ്ങനെ നീളുന്നു പട്ടിക. 60 വയസ്സ് തികഞ്ഞ 10,000 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ നൽകാനും മുതലപ്പുഴയിൽ മണൽ മൂടിയതിനെ തുടർന്ന് തൊഴിൽ നഷ്ടമായ മത്സ്യത്തൊഴിലാളികൾക്ക് ധനസഹായം നൽകാനും തീരുമാനിച്ചു. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ബാധിച്ച 13 കുടുംബങ്ങൾക്ക് കൂടി വീട് വെച്ച് നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ ധാരണയായി. 2024 ഡിസംബർ 31 വരെയുള്ള എല്ലാ ട്രാഫിക് നിയമലംഘനങ്ങൾക്കും ചുമത്തിയിട്ടുള്ള പിഴയിൽ 50% ഇളവ് അനുവദിക്കാൻ ആംനസ്റ്റി സ്കീം പുറപ്പെടുവിക്കുന്നതിന് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഈ ചെല്ലാനുകൾക്ക് പിഴത്തുകയുടെ 50% ഇളവ് പ്രഖ്യാപിക്കണമെന്ന ഗതാഗത കമ്മീഷണറുടെ ശുപാർശ അംഗീകരിച്ചാണ് തീരുമാനം. നിയമലംഘനങ്ങൾക്ക് ചുമത്തിയിട്ടുള്ള പിഴ മാർച്ച് 31 മുൻപ് അടച്ചു തീർക്കുമെന്ന വ്യവസ്ഥയിലാണ് ഇളവ് അനുവദിക്കുക. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1857 അധ്യാപക അധിക തസ്തികകൾ അനുവദിക്കാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച ശുപാർശ അംഗീകരിച്ചുകൊണ്ടാണ് തീരുമാനം. ഇതനുസരിച്ച് സർക്കാർ സ്കൂളുകളിൽ 655 അധിക തസ്തികകളും എയ്ഡഡ് സ്കൂളുകളിൽ 1202 അധിക തസ്തികകളുമാണ് സൃഷ്ടിക്കുന്നത്. 2025 ഒക്ടോബർ 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് അനുവദിച്ചിട്ടുള്ളത്. മുതലപ്പുഴയിൽ മണൽ മൂടിയത് കാരണം മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നഷ്ടപരിഹാരം നൽകും. 2433 മത്സ്യത്തൊഴിലാളികൾക്ക് 91 ദിവസത്തെ തൊഴിൽ നഷ്ടത്തിനാണ് നഷ്ടപരിഹാരം നൽകുന്നത്. വയനാട് ഉരുൾപൊട്ടൽ ബാധിച്ച പുഞ്ചിരിമട്ടം, ഏറാട്ടുകുണ്ട് വില്ലേജ് റോഡ് ഉന്നതികളിലെ 13 കുടുംബങ്ങൾക്ക് വയനാട് ടൗൺഷിപ്പ് പ്രോജക്ട് മാതൃകയിൽ വീടുകൾ നിർമ്മിച്ചു നൽകും. 2021 ശേഷം 60 വയസ്സ് തികഞ്ഞ 10,115 കർഷകർക്ക് കൂടി 2,000 രൂപ പെൻഷൻ അനുവദിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കോഴിക്കോട് വലിയങ്ങാടിയിൽ കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച 4 പേരുടെ ആശ്രിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 7 ലക്ഷം രൂപ വീതം ധനസഹായം അനുവദിക്കും. പരിക്കേറ്റയാളുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിലേക്ക് സദ്ഗുരു ശ്രീമാത അമൃതാനന്ദമയി ദേവി അമൃതപുരിയിൽ നിന്നും യാത്ര തിരിച്ചു.
രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം ഈ മാസം 19-ന് രാമക്ഷേത്രത്തിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകളിൽ പങ്കെടുക്കാനായാണ് അമ്മയുടെ യാത്ര. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും അമ്മയെ അനുഗമിച്ച് യാത്രയിൽ പങ്കുചേരുന്നുണ്ട്. ഭക്തിപൂർവമായ അന്തരീക്ഷത്തിലാണ് സംഘം അമൃതപുരിയിൽ നിന്നും യാത്ര തിരിച്ചത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാനായുള്ള ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിന്റെ ക്ഷണം സ്വീകരിച്ചാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. ഭക്തി നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് അമൃതപുരിയിൽ നിന്നുള്ള യാത്രയ്ക്ക് തുടക്കമായത്. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെ അമ്മയെ അനുഗമിച്ച ഈ യാത്രയുടെ ഭാഗമായി 1200ഓളം വരുന്ന ആൾക്കാർ വരുന്ന ഒരു വലിയ ഗ്രൂപ്പാണ്. ആശ്രമ അന്തേവാസികളും ഭക്തരും ചേർന്നിട്ടുള്ള ഒരു യാത്രയാണ്. 2 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ അതിൽ ട്രെയിനിൽ ആശ്രമത്തിൻ്റെ അതേ പരിപാടികൾ അതിലുണ്ടാവും. അർച്ചന ഉണ്ടാവും, ഭജന ഉണ്ടാവും, സത്സംഗം ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഭക്ഷണം സർവീസ് എല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. അവിടുത്തെ കമ്പാർട്ട്മെൻറ്റിലെ സെക്യൂരിറ്റി നമ്മൾ തന്നെയാണ് നോക്കുന്നത്. കംപ്ലീറ്റ് ട്രെയിൻ മാനേജ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അവർ വണ്ടി ഓടിക്കുന്നു. ബാഹ്യമായിട്ടുള്ള സെക്യൂരിറ്റികൾ മാത്രമാണ് റെയിൽവേ നോക്കുന്നത്. ബാക്കിയെല്ലാം നമ്മൾ തന്നെ നോക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തികച്ചും ആശ്രമം ഓൺ വീൽസ് അങ്ങനെയായിരിക്കും അത്. അമ്മയോടൊപ്പം ഈ മഹത്തായ ആത്മീയ ചടങ്ങിന്റെ ഭാഗമാകാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിൽ വിദേശികൾ ഉൾപ്പെടെ 1200ഓളം ഭക്തജനങ്ങളാണ് അമ്മയ്ക്കൊപ്പം അയോധ്യയിലേക്ക് യാത്ര തിരിച്ചത്. കായംകുളത്ത് നിന്ന് പ്രത്യേകം സജ്ജമാക്കിയ ട്രെയിനിലാണ് സംഘത്തിന്റെ യാത്ര. ഈ മാസം 19-നാണ് അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ഉൾപ്പെടുന്ന ചടങ്ങിൽ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിന്റെ സാന്നിധ്യവും ഉണ്ടാകും. ഭാരതത്തിലെ ആത്മീയ നേതൃനിരയിലെ ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം അമ്മയും ശ്രീരാമയന്ത്രം സ്ഥാപിക്കുന്ന ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കും. രാമക്ഷേത്രത്തിന്റെ 2ാം നിലയിലാണ് ശ്രീരാമയന്ത്രം പ്രതിഷ്ഠിക്കുന്നത്. ആത്മീയ ജാമിതീയ രൂപകൽപ്പനയിൽ ഒരുക്കിയിരിക്കുന്ന ഈ യന്ത്രം ശ്രീരാമന്റെ ദൈവിക ശക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. 2 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അയോധ്യയിൽ എത്തിച്ചേരുന്ന അമ്മയെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി ചമ്പത് റായ്, ട്രസ്റ്റ് നിർമ്മാണ സമിതി അധ്യക്ഷൻ നിബേന്ദ്ര മിശ്ര എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരിക്കും. അമൃത ന്യൂസ്, കൊല്ലം. അയോധ്യ എന്നാൽ ഗുരുവിന്റെ സന്നിധിയാണ്. ഗുരുവിനോടൊപ്പം ഗുരുസന്നിധിയിലേക്കുള്ള യാത്രയാണ് അമ്മയോടൊപ്പം സാധ്യമാകുന്നതെന്ന് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ഓം അമൃതേശ്വരി നമഃ. അയോധ്യ എന്ന് പറയുന്നത് യുദ്ധം ഉണ്ടാകാത്ത സ്ഥലമെന്നാണ് പറയുന്നത് അർത്ഥം. ഒരിക്കലും ഒരു തരത്തിലുള്ള സംഘർഷങ്ങളും ഇല്ലാത്ത നിഷ്കളങ്കരായ ആളുകൾ താമസിക്കുന്ന സ്ഥലം. അത് ഗുരുസന്നിധിയാണ്. അങ്ങനെയുള്ള സ്ഥാനം എന്ന് പറയുന്നത് ഗുരുസന്നിധിയാണ്. അപ്പോൾ ഗുരുസന്നിധിയിൽ കഴിയുന്നവരെപ്പോഴും അയോധ്യയിൽ തന്നെയാണ്. എങ്കിലും അയോധ്യയ്ക്ക് ഒരു പ്രാധാന്യമുണ്ട്. ശ്രീരാമദേവന് ജന്മം നൽകിയ സ്ഥാനം. അവിടെ ഗുരുസന്നിധിയിൽ നിന്നും ഗുരുവിനോടൊപ്പമുള്ള ഒരു തീർത്ഥയാത്ര, അതാണിപ്പോൾ തുടങ്ങാൻ പോകുന്നത്. ഗുരുവിനോടൊപ്പം അയോധ്യയിലേക്ക് ഒരു തീർത്ഥയാത്ര ആരംഭിക്കുകയാണ്. അമ്മയോടൊപ്പം ശ്രീരാമക്ഷേത്രത്തിലെ ശ്രീരാമയന്ത്ര പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് വിദേശികൾ ഉൾപ്പെടെ 1200ഓളം ഭക്തർ. ആശ്രമത്തിലെ മുതിർന്ന സന്യാസി ശ്രേഷ്ഠരും ബ്രഹ്മചാരികളും ആശ്രമ അന്തേവാസികളും ഉൾപ്പെടെയുള്ളവർ ഈ യാത്രയിൽ അമ്മയെ അനുഗമിക്കുന്നുണ്ട്. അമ്മയോടൊപ്പം നടത്തുന്ന ഈ യാത്ര ജീവിതത്തിന്റെ ആത്മീയ ഉണർവിലേക്കുള്ള വഴികാട്ടിയാണെന്ന് അമ്മയുടെ മക്കൾ പറയുന്നു. അമ്മയുടെ ഒരു മഹാസങ്കല്പമാണിത്. ഇത്രയും പേരും കൊണ്ട് ഒന്നിച്ച് അയോധ്യയിലേക്കൊരു തീർത്ഥയാത്ര പോകുന്നു. അവിടെ ശ്രീരാമപ്രതിഷ്ഠയിൽ യന്ത്രങ്ങൾ സ്ഥാപിക്കുക. അതിനോടനുബന്ധിച്ച് തന്നെ ആദരണീയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പോൾ അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ രാഷ്ട്രപതി തന്നെ വരുന്നു. ഇത്രയും പേര് ഒന്നിച്ച് കൂടുന്ന ഒരു വലിയ മാമാങ്കമായിട്ടത് ഇതിനെ കണക്കാക്കാം. അമ്മയുടെ യാത്ര അയോധ്യ വരെ ഇത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. മുഴുവൻ ആശ്രമം ട്രെയിനിൽ സ്പെഷ്യൽ ട്രെയിനാണ് ബുക്ക് ചെയ്തിട്ട് പോകുന്നുണ്ട്. ഇത് വളരെ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ് ഫോർ ഇന്ത്യ ആണ്. അമ്മയുമായിട്ട് ഇപ്പോൾ ചെറിയ പ്രായം മുതൽ പല യാത്രകളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ കാലത്ത് എൻ്റെ അമ്മയുടെ വീട്ടിൽ പോകുമ്പോഴും ഒക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പലപ്പോഴും ബോട്ടിൽ യാത്ര, ബസ്സിൽ യാത്ര, പിന്നെ അത് കഴിഞ്ഞ് പല ഭക്തരുടെ വീടുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട്. അമ്മ വിദേശത്ത് പോയപ്പോഴത്തേക്കുണ്ട്. പിന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി യാത്രകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് വിദേശത്തും പലപ്പോഴും എനിക്ക് സൗകര്യമുള്ളപ്പോൾ പോയിട്ടുണ്ട്.
അതൊക്കെ ഒരു പ്രത്യേക അനുഭൂതിയാണ് അനുഭവപ്പെട്ടത്. ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ഒരുമിച്ച്, ഇത്രയും കൂടുതൽ ആളുകൾ ഒരുമിച്ചിട്ട് ഈ ട്രെയിനിൽ ഒരുമിച്ച് പോവുകയാണ്. അപ്പോൾ അത് ചിന്തിക്കുമ്പോൾ അത് ഇപ്പം സാധ്യമായതല്ല. പക്ഷെ അതിനൊരു അവസരം വന്നപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്യുകയാണ് എല്ലാവരും കൂടെ. അതിൻ്റെ അനുഭവം എങ്ങനെയാണെന്നുള്ള യാത്ര കഴിഞ്ഞിട്ട് പറയാം. ഇത് 1300 പേര് എങ്ങനെ പോകുമെന്ന് ചിന്തിച്ചു. അപ്പോഴാണ് ഇങ്ങനെ ഒരു അമ്മയ്ക്കൊരു ക്ഷണം ലഭിച്ചതും അങ്ങനെ തന്നെ റെയിൽവേ, ശരിക്കും നന്ദി പറയേണ്ട റെയിൽവേയുടെ ആണ്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ റെയിൽവേ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ സൗകര്യവും ചെയ്തു തന്നു. ഇങ്ങനെ ട്രെയിൻ അറേഞ്ച് ചെയ്ത് തരികയും ഞങ്ങൾ 1200 പേര് അങ്ങനെ അമ്മയുടെ കൂടെ അയോധ്യയിലേക്ക്, രാമൻ്റെ മണ്ണിലേക്കുള്ള യാത്രയിലേക്കാണ്. അമ്മയുടെ കൂടെയുള്ള അയോധ്യ യാത്ര, അമൃതപുരിയിൽ നിന്നും അയോധ്യയിലേക്കുള്ള യാത്ര എന്നുള്ളത് രാമൻ്റെ കൂടെയുള്ള യാത്രയായിട്ടാണ് തോന്നുന്നത്. ധർമ്മത്തിൻ്റെ പുനഃസ്ഥാപനം, ഒരു ഹൈന്ദവമായ ഏകീകരണത്തിൻ്റെ യാത്ര കൂടിയാണിത്. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ വീണ്ടെടുത്ത ശേഷം തൻ്റെ പ്രിയപ്പെട്ട വാനരന്മാരുമായിട്ടാണ് യാത്ര തുടർന്നത്. അവരെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അന്ന് അയോധ്യയിൽ പുഷ്പക വിമാനത്തിലാണ് കൊണ്ടുപോയത്. അതിനെ അനുസ്മരിപ്പിക്കുന്ന അമ്മയുടെ മക്കളായ ഞങ്ങളെ ഓരോരുത്തരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്, എല്ലാവർക്കും ആനന്ദം നൽകാൻ വേണ്ടി, ഇതൊരു സാധാരണ ഉല്ലാസയാത്രയല്ല, ഇതൊരു ആത്മീയ യാത്രയാണ്. വലിയ സന്തോഷമാണ്. കുറേ ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെ പോകാൻ പറ്റണം ഒരുമിച്ച്. കൊറോണയ്ക്ക് മുമ്പ് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ട്രെയിനിലൊന്നും യാത്ര ചെയ്തിട്ടില്ല. സന്തോഷം, ഭയങ്കര സന്തോഷം. ഹാപ്പിയാണ്. അമ്പൂറ്റമ്മയുടെ കൂടെ പോകാൻ ഈ ഭാഗ്യം ലഭിച്ചതെന്ന വലിയ ഭാഗ്യമാണ്. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ എന്താ ചെയ്തതെന്ന് അറിയത്തില്ല, പക്ഷെ അമ്പൂറ്റമ്മയുടെ പോകാനുള്ള വലിയ ഭാഗ്യമാണ്. ഞാൻ നല്ല ആദ്യമാണ് അമ്പൂറ്റമ്മയുടെ കൂടെ ട്രെയിനിൽ പോകുന്നത്. For me, Amma is none other than Sri Lord Ram. So to go to Ayodhya with Lord Ram is exceptional, very special. Extremely grateful and blessed and happy to get on this journey. I think no one has an idea how it's going to be, but that's like the beauty of it. Just going with the flow, going with Amma and living in the moment and experiencing this beautiful journey.